നമസ്കാരം, പി എസ് സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോവാം. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഉത്തരം ആരാ സുഹൃത്തുക്കളെ? തുഷാർ ദേശ്പാണ്ഡെയാണ് കേട്ടോ. 2023 IPL ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു വ്യക്തി ഇമ്പാക്ട് പ്ലെയർ ആയി. അതാരെന്ന് ചോദിച്ചാല് തുഷാർ ദേശ്പാണ്ഡെയാണ്. ഇമ്പാക്ട് പ്ലെയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഒരു പ്ലെയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ആ പ്ലെയറിന് പകരം ഇറങ്ങുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഇമ്പാക്ട് പ്ലെയർ എന്ന്. IPL ചരിത്രത്തിൽ ഇതുവരെ ഇമ്പാക്ട് പ്ലെയർ എന്നൊരു സംഭവം ഇല്ലായിരുന്നു. 2023 അത് ഇംപ്ലിമെന്റ് ചെയ്തു നമ്മുടെ IPL-ലേക്ക്. അങ്ങനെ ആദ്യത്തെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നത് ആരെന്ന് ചോദിച്ചാൽ അത് തുഷാർ ദേശ്പാണ്ഡെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2024, അതായത് IPL 2024 നമുക്ക് നോക്കാനുള്ളത്. IPL-ന്റെ എത്രാമത് പതിപ്പാണ് 2024 നടന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 17ാമത് പതിപ്പ്. IPL-ന്റെ എത്രാമത് പതിപ്പാണ് 2024 നടന്നതെന്ന് ചോദിച്ചാൽ അത് 17ാമത് പതിപ്പ്. IPL 2024 മത്സരം ആരംഭിച്ചത് 2024 മാർച്ച് 22-നും മത്സരം അവസാനിച്ചത് 2024 മെയ് മാസം 26-ാം തീയതിയുമായിരുന്നു. IPL 2024 മത്സരം ആരംഭിച്ചത് 2024 മാർച്ച് 22-നും മത്സരം അവസാനിച്ചതെന്ന 2024 മെയ് 26-നുമാണ്. IPL കിരീടം 2024 നേടിയതാരെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. പഠിച്ചോളനെ, IPL 2024 കിരീടം നേടിയതാരാ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ഇനി IPL 2024 റണ്ണറപ്പ് ആയതാരെന്ന് ചോദിച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. ശ്രദ്ധിച്ചോളനെ, IPL 2024 റണ്ണറപ്പ് ആയതാരാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. IPL 2024 ഏറ്റവും മൂല്യമുള്ള കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽ നരൈനനാണ്. ഇമ്പോർട്ടന്റ് ആണ്. IPL 2024 ഏറ്റവും മൂല്യമുള്ള കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുനിൽ നരൈനയാണ്. അതും പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2024 പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. IPL-ന്റെ എത്രാമത് പതിപ്പാണ് 2024 നടന്നതെന്ന് ചോദിച്ചാൽ 17ാമത് പതിപ്പ്. IPL 2024 മത്സരം ആരംഭിച്ചത് 2024 മാർച്ച് 22 മുതൽ 2024 മെയ് മാസം 26 വരെയാണ്. IPL 2024 കിരീടം നേടിയത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. റണ്ണറപ്പ് ആയത് ആരാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. IPL 2024 ഏറ്റവും മൂല്യമുള്ള കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുനിൽ നരൈനയാണ്. പഠിക്കുക. IPL 2024 ഓറഞ്ച് ക്യാപ്പ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. IPL 2024 ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരാ? അത് വിരാട് കോഹ്ലിയാണ്. IPL 2024 പർപ്പിൾ ക്യാപ്പ് നേടിയത് ഹർഷൽ പട്ടേൽ ആണ്. IPL 2024 പർപ്പിൾ ക്യാപ്പ് നേടിയത് ആരാണ്? ഹർഷൽ പട്ടേൽ ആണ്. IPL 2024 പിച്ച് ആൻഡ് ഗ്രൗണ്ട് അവാർഡ് നേടിയ സ്റ്റേഡിയം ഏതെന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ്. IPL 2024 പിച്ച് ആൻഡ് ഗ്രൗണ്ട് അവാർഡ് നേടിയ സ്റ്റേഡിയം എന്ന് ചോദിച്ചാൽ അത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ്. IPL 2024 ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരുന്നു ചോദിച്ചാൽ അത് മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. IPL 2024 ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആരായിരുന്നു ചോദിച്ചാൽ അത് മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. IPL 2024 ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്. 2024 IPL പർപ്പിൾ ക്യാപ്പ് നേടിയതാരെന്ന് ചോദിച്ചാൽ അത് ഹർഷൽ പട്ടേൽ ആയിരുന്നു. 2024 IPL പിച്ച് ആൻഡ് ഗ്രൗണ്ട് അവാർഡ് നേടിയ സ്റ്റേഡിയം ഏതാണ്? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ്. IPL 2024 ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മിച്ചൽ സ്റ്റാർക്ക് ആണ്. പഠിക്കുക. 45ാമത്തെ ചോദ്യം, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയതാരാണ്? V മധുസൂദനൻ നായരാണ് കേട്ടോ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയതാരാണ്? V മധുസൂദനൻ നായരാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ഏതാണ്? ജ്ഞാനപ്പാന പുരസ്കാരം 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ഇമ്പോർട്ടന്റ് ആണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് V മധുസൂദനൻ നായർ. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? V മധുസൂദനൻ നായർക്കായിരുന്നു. 2022 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് K ജയകുമാർ ആണ്. 2022 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനാണ്. 2021 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KB ശ്രീദേവിക്കാണ്. 2021 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് KB ശ്രീദേവിക്കാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജ്ഞാനപ്പാന പുരസ്കാരമാണ് നമ്മൾ പറഞ്ഞത്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് V മധുസൂദനൻ നായരാണ്. 2022 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനാണ്.
2021 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് KB ശ്രീദേവിക്കാണ്. പഠിക്കുക. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലവിൽ വരുന്നത് നിലമ്പൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? നിലമ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് നിലവിൽ വരുന്ന പ്രദേശം കല്യാശ്ശേരി, കണ്ണൂർ ജില്ല. മറക്കരുത്, കെൽട്രോൺ ആണ് കേട്ടോ ആരംഭിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് നിലവിൽ വരുന്ന പ്രദേശം ചോദിച്ചാൽ അത് കല്യാശ്ശേരി, കണ്ണൂർ ജില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനി ഏതാണ്? കെൽട്രോൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയായ ജില്ല തൃശൂർ ജില്ല. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയായ ജില്ല ഏതാണ്? തൃശൂർ ജില്ലയാണ്. മദിക ഭാഷ നിലനിൽക്കുന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മദിക ഭാഷ നിലനിൽക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു പ്രത്യേക ആദിവാസി വിഭാഗത്തിന്റെ ഭാഷയാണ് മദിക ഭാഷ എന്ന് പറയുന്നത്. അതിപ്പോ ഏകദേശം നാശത്തിന്റെ വക്കിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി ന്യൂസുകൾ ഇടയ്ക്ക് വന്നിരുന്നു. അതുകൊണ്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. മദിക ഭാഷ നിലനിൽക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പള്ളിത്തോട്ടം, കൊല്ലം ജില്ല. കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പള്ളിത്തോട്ടം, കൊല്ലം ജില്ല. പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ പ്ലാന്റ് നിലവിൽ വരുന്ന പ്രദേശം ചോദിച്ചാൽ കല്യാശ്ശേരി, കണ്ണൂർ ജില്ല. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? കെൽട്രോൺ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളം. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദിയായ ജില്ല തൃശൂർ ജില്ല. മദിക ഭാഷ നിലനിൽക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ ആദിവാസി ഭാഷയാണ് മദിക എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ സ്മാർട്ട് മൊബൈൽ കമ്പോസ്റ്റിംഗ് യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പള്ളിത്തോട്ടം, കൊല്ലം ജില്ല. പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയാകുന്നത് കണ്ണൂർ ജില്ല. പഠിക്കുക. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി നിലവിൽ വന്നത് മറവൻ തുരുത്ത്, കോട്ടയം ജില്ല. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻ തുരുത്ത്, കോട്ടയം ജില്ല. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിനെയാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. 2023 ജനുവരിയിലെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് ആരെയാണ്? നീലക്കുറിഞ്ഞിനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു ഈ ചോദ്യം. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച കേരളത്തിലെ ശബരിമലയിലെ വിമാനത്താവളം നിലവിൽ വരുന്ന സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയം. പഠിച്ചോളനെ, കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച കേരളത്തിലെ ശബരിമല വിമാനത്താവളം നിലവിൽ വരുന്ന സ്ഥലം ഏതാണ്? അത് ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരള ടൂറിസത്തിന്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിക്കുന്നത് മറവൻ തുരുത്ത്, കോട്ടയം ജില്ല. 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത് നീലക്കുറിഞ്ഞിയെ. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച കേരളത്തിലെ ശബരിമല വിമാനത്താവളം നിലവിൽ വരുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ചെറുവള്ളി എസ്റ്റേറ്റ്, കോട്ടയം ജില്ല. നമ്മുടെ 5ാമത്തെ ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രസ്താവനകൾ നോക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്, 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. തെറ്റാണ്. കസാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ റഷ്യയുടെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് കസാൻ എന്ന് പറയുന്നത്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. തെറ്റാണ്. ബ്രിക്സിന് ആസ്ഥാനമില്ല. ബ്രിക്സിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. അത് തെറ്റാണ്. ബ്രിക്സിന് എന്തില്ല? ആസ്ഥാനമില്ല. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അതും ശരി തന്നെയാണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ ഡി, 1ഉം 4 മാത്രമാണ്. അപ്പോ ഒന്നുകൂടി പറയാം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? റഷ്യയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനമില്ല. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ഇത് അപ്പോ ശരിയായ ഉത്തരം ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉമാണ്. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നോക്കാം ബ്രിക്സ്.
ബ്രിക്സ് രൂപീകൃതമായ വർഷം 2009 ജൂൺ മാസം 16 തീയതി. ബ്രിക്സ് രൂപീകൃതമായ വർഷം 2009 ജൂൺ മാസം 16 തീയതി. ബ്രിക്സിന്റെ ആസ്ഥാനമില്ല. പഠിച്ചു വെച്ചോളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിക്സിന് ആസ്ഥാനമുണ്ടോ? ആസ്ഥാനമില്ല. ബ്രിക്സ് വികസന ബാങ്കിന് ആസ്ഥാനമുണ്ട്. അത് ഷാൻഹായ്, ചൈനയാണ്. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്, അതുകൊണ്ടാണ് PSC അതെടുത്തിട്ടത്. ബ്രിക്സിന്റെ ആസ്ഥാനം ചോദിച്ചാൽ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ആസ്ഥാനമില്ല. എന്നാൽ ഈ ബ്രിക്സിന്റെ ഒരു വികസന ബാങ്ക് ഉണ്ട്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷാൻഹായ്, ചൈനയാണ്. ബ്രിക്സിലെ നിലവിലെ അംഗരാജ്യങ്ങൾ ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇങ്ങനെ പറയാൻ കാരണം 2024 മറ്റു കുറച്ച് രാജ്യങ്ങളുടെ ബ്രിക്സിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ബ്രിക്സ് നിലവിൽ വന്ന സമയത്തുള്ള അംഗരാജ്യങ്ങൾ ആരൊക്കെയായിരുന്നു? ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പൊ ബ്രസീലിന്റെ ആദ്യത്തെ B, അതുപോലെ റഷ്യയുടെ R, ഇന്ത്യയുടെ I, ചൈനയുടെ C, അതുപോലെ സൗത്ത് ആഫ്രിക്കയുടെ S ചേർത്താണ് ബ്രിക്സ് എന്ന് നമ്മൾ പറയുന്നത്. രൂപീകരിക്കുന്ന സമയത്ത് ബ്രിക് ആയിരുന്നു, പിന്നെ സൗത്ത് ആഫ്രിക്ക വന്നത് ബ്രിക്സ് ആയി. ഇപ്പൊ എന്താണ്? ബ്രിക്സ് പ്ലസ് ആണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ബ്രിക്സ് ആദ്യ സമ്മേളനം നടന്നത് യെക്കാറ്ററിൻബർഗ്, റഷ്യയിലായിരുന്നു കേട്ടോ. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? യെക്കാറ്ററിൻബർഗ് എവിടെയാണ്? റഷ്യയിലാണ്. യെക്കാറ്ററിൻബർഗ് റഷ്യയിലാണ്. 2024 ബ്രിക്സിന്റെ ഭാഗമായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, ഇറാന്, UAE, സൗദി അറേബ്യ, എത്യോപ്യ. ഉറപ്പായിട്ടും PSC ചോദിക്കും, അതുകൊണ്ട് പഠിച്ചു വെച്ചോളണം. ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റാർ ഇട്ടങ്ങ് പഠിക്കുക. 2024 ബ്രിക്സിന്റെ ഭാഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാ? ഈജിപ്റ്റ്, ഇറാന്, UAE, സൗദി അറേബ്യ, എത്യോപ്യ. ഈ എത്യോപ്യ നല്ലപോലെ പഠിച്ചു വെച്ചോളെ, മറന്നുപോകും. ഒന്നുകൂടി പറയാം: ഈജിപ്റ്റ്, ഇറാന്, UAE, സൗദി അറേബ്യ, അതുപോലെ തന്നെ എത്യോപ്യ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രിക്സ് രൂപീകൃതമായ വർഷം 2009 ജൂൺ 16 അന്ന് ഇത് അറിയപ്പെട്ടിരുന്ന പേര് ബ്രിക് എന്നായിരുന്നു കേട്ടോ. BRIC എന്നായിരുന്നു. കാര്യം S ഇല്ലായിരുന്നു, കാര്യം സൗത്ത് ആഫ്രിക്ക അതിന് ശേഷമാണ് വന്നത്. ബ്രിക്സിന് ആസ്ഥാനമുണ്ടോ? ആസ്ഥാനമില്ല. എന്നാൽ ബ്രിക്സിന്റെ വികസന ബാങ്കിന് ആസ്ഥാനമുണ്ട്. അത് ഷാൻഹായ്, ചൈനയാണ്. ബ്രിക്സിന്റെ നിലവിലെ രാജ്യങ്ങൾ, രൂപീകരിക്കുന്ന സമയത്തുള്ള രാജ്യങ്ങൾ പറയുമ്പോൾ ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിവയായിരുന്നു. ഇപ്പോ നമ്മുടെ ബ്രിക്സ് അറിയപ്പെടുന്ന പേരെന്താ? 2024 ശേഷം ബ്രിക്സ് പ്ലസ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിക്സ് ആദ്യ സമ്മേളനം നടന്നത് യെക്കാറ്ററിൻബർഗ്, റഷ്യയിലാണ്. 2024 ബ്രിക്സിന്റെ ഭാഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാ? ഈജിപ്റ്റ്, ഇറാൻ, UAE, സൗദി അറേബ്യ, എത്യോപ്യ എന്നിവയാണ് പഠിക്കുക. ബ്രിക്സ് സമ്മേളനം ഇന്ത്യയിൽ ആദ്യമായി നടന്നത് 2012 മാർച്ച് മാസം 29 തീയതി. പഠിച്ചോളണേ, ബ്രിക്സ് സമ്മേളനം ഇന്ത്യയിൽ ആദ്യമായി നടന്നത് 2012 മാർച്ച് മാസം 29 തീയതിയാണ്. എത്ര ബ്രിക്സ് സമ്മേളനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2 ബ്രിക്സ് സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. എത്ര ബ്രിക്സ് സമ്മേളനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2 ബ്രിക്സ് സമ്മേളനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അവസാനമായി ബ്രിക്സ് സമ്മേളനം നടന്നത് 2021 സെപ്റ്റംബർ മാസം 9 തീയതിയാണ് കേട്ടോ. അവസാനമായി ബ്രിക്സ് സമ്മേളനം ഇന്ത്യയിൽ നടന്നത് 2021 സെപ്റ്റംബർ മാസം 9 തീയതിയാണ് കേട്ടോ. പഠിച്ചോളണേ, അവസാനമായിട്ട് ബ്രിക്സിന്റെ സമ്മേളനം ഇന്ത്യയിൽ നടന്നത് എന്നാ? 2021 സെപ്റ്റംബർ മാസം 9 തീയതിയാണ്. എത്രാമത് ബ്രിക്സ് സമ്മേളനമാണ് ഇന്ത്യയിൽ നടന്നതെന്ന് ചോദിച്ചാൽ 8ാമത് ബ്രിക്സ് സമ്മേളനവും 13ാമത് ബ്രിക്സ് സമ്മേളനവും. ഇതൊക്കെയാണ് PSC എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ. എത്രാമത് ബ്രിക്സ് സമ്മേളനങ്ങളാണ് ഇന്ത്യയിൽ നടന്നതെന്ന് ചോദിച്ചാൽ 8ാമത്തെ ബ്രിക്സ് സമ്മേളനവും അതുപോലെ 13ാമത്തെ ബ്രിക്സ് സമ്മേളനവുമാണ് ഇന്ത്യയിൽ നടന്നത്. 14ാമത് ബ്രിക്സ് സമ്മേളനം 2022 വേദി ബെയ്ജിങ്, ചൈനയാണ്. 14ാമത് 2022 നടന്ന ബ്രിക്സ് സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? ബെയ്ജിങ്, ചൈനയായിരുന്നു. 15ാമത് ബ്രിക്സ് സമ്മേളനം 2023 വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയായിരുന്നു. 15ാമത് ബ്രിക്സ് 2023 വേദി ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്കയായിരുന്നു. 16ാമത് ബ്രിക്സ് 2024 വേദി കസാൻ, റഷ്യയായിരുന്നു. ഇതാണ് ഇപ്പൊ ചോദിച്ചത്. 16ാമത് ബ്രിക്സ് 2024 വേദി എവിടെയായിരുന്നു? കസാൻ, റഷ്യയായിരുന്നു. ഇനി 17ാമത് ബ്രിക്സിന്റെ 2025 വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ബ്രസീലത്തെ ഏത് നഗരമാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യമില്ല. 17ാമത് ബ്രിക്സ് 2025 വേദി ഏതാ സുഹൃത്തുക്കളെ? ബ്രസീലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബ്രിക്സ് സമ്മേളനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നടന്നത് 2012 മാർച്ച് മാസം 29 തീയതി. എത്ര ബ്രിക്സ് സമ്മേളനങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2 ബ്രിക്സ് സമ്മേളനങ്ങൾ. അവസാനമായി ബ്രിക്സ് സമ്മേളനം ഇന്ത്യയിൽ നടന്നത് 2021 സെപ്റ്റംബർ മാസം 9 തീയതിയാണ്. എത്രാമത് ബ്രിക്സ് സമ്മേളനങ്ങളാണ് ഇന്ത്യയിൽ നടന്നതെന്ന് ചോദിച്ചാൽ 8ാമത് ബ്രിക്സ് സമ്മേളനവും 13ാമത് ബ്രിക്സ് സമ്മേളനവും. 14ാമത് ബ്രിക്സ് സമ്മേളനം 2022 വേദി ബെയ്ജിംഗ്, ചൈനയായിരുന്നു.
15ാമത് ബ്രിക്സ് സമ്മേളനം 2023 വേദി ജോഹന്നാസ്ബർഗ് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 16ാമത് ബ്രിക്സ് സമ്മേളനം 2024 വേദി കസാൻ റഷ്യയായിരുന്നു. 17ാമത് ബ്രിക്സ് സമ്മേളനം 2025 വേദി എവിടെയാണ്? ബ്രസീലാണ്. പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ആസാമാണ്. പഠിച്ചോളനെ. ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ക്ലീൻ ഗംഗ മിഷന്റെ ഭാഗമായി പരിക്കുപറ്റിയ ഗംഗാ ഡോൾഫിനുകളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ് ഡോൾഫിൻ ആംബുലൻസ്. പഠിച്ചോളനെ. ക്ലീൻ ഗംഗ മിഷന്റെ ഭാഗമായിട്ട് പരിക്ക് പറ്റിയ ഗംഗാ ഡോൾഫിനുകളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ് ഡോൾഫിൻ ആംബുലൻസ്. ഈ പദ്ധതി 2024 കൊണ്ടുവന്നത്. 2024 ആമകളുടെ സംരക്ഷണാർത്ഥം ടർട്ടിൽ കൺസർവേഷൻ റിസർവ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ സർജു നദി പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. 2024 ആമകളുടെ സംരക്ഷണാർത്ഥം ടർട്ടിൽ കൺസർവേഷൻ റിസർവ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ ഏത് നദിയിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്? സർജു നദിയിലാണ്. പ്രോജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ പാർക്കാണ് കൂനോ നാഷണൽ പാർക്ക്. പ്രോജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാഷണൽ പാർക്ക് ഏതാ? കൂനോ നാഷണൽ പാർക്കാണ്. ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര വൈൽഡ് കാർണിവോ ട്രാൻസ് ലൊക്കേഷൻ പദ്ധതി എന്നറിയപ്പെടുന്നത് പ്രോജക്ട് ചീറ്റയാണ്. ഇതിൽ ചീറ്റകളെ നമ്മുടെ ഇന്ത്യയിൽ എവിടെ നിന്നാണ്? ഇതിനു വേണ്ടിയിട്ടുള്ള ചീറ്റകളെ നമ്മുടെ ഏത് രാജ്യത്ത് നിന്നാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ അത് നമീബിയയിൽ നിന്നാണ് കേട്ടോ. അതൊന്ന് പഠിച്ചു വെച്ചോളണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര വൈൽഡ് കാർണിവോ ട്രാൻസ് ലൊക്കേഷൻ പദ്ധതി എന്നറിയപ്പെടുന്നത് പ്രോജക്ട് ചീറ്റയാണ്. ഇതിനു വേണ്ടി ചീറ്റകളെ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ നമീബിയയിൽ നിന്നുമാണ്. ഈ നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന ചീറ്റകളെ കൊണ്ടുവന്ന് നമ്മുടെ കൂനോ നാഷണൽ പാർക്കിൽ തുറന്നു വിട്ടു. ഇതാണ് ആ പ്രോജക്ട് എന്ന് പറയുന്നത്. പിന്നെ എന്തെയും കൃത്യമായിട്ട് അവരെ വാച്ച് ചെയ്യുകയും അവർക്ക് അവിടെ പറ്റുള്ള ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. അതൊക്കെ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നമീബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കുറച്ച് ചീറ്റകളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൂനോ നാഷണൽ പാർക്കിൽ കൊണ്ടുവന്ന് തുറന്നു വിട്ടോ. ഇതിനറിയപ്പെടുന്ന പേരാണ് പ്രോജക്ട് ചീറ്റ എന്ന്. ഇതിന്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര വൈൽഡ് കാർണിവോ ട്രാൻസ് ലൊക്കേഷൻ പദ്ധതി എന്നറിയപ്പെടുന്നത് പ്രോജക്ട് ചീറ്റയാണ്. പ്രോജക്ട് ഹങ്കൽ ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയ ഉദ്യാനമാണ് ദച്ചിഹാം ദേശീയ ഉദ്യാനം, ജമ്മു കാശ്മീർ. പഠിച്ചോളെ. പ്രോജക്ട് ഹങ്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാൽ അത് ദച്ചിഹാം ദേശീയ ഉദ്യാനം, ജമ്മു കാശ്മീരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ക്ലീൻ ഗംഗാ മിഷന്റെ ഭാഗമായി പരിക്ക് പറ്റിയ ഗംഗാ ഡോൾഫിനുകളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതി ഡോൾഫിൻ ആംബുലൻസ്. 2024 ആമകളുടെ സംരക്ഷണാർത്ഥം ടർട്ടിൽ കൺസർവേഷൻ റിസർവ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ സർജു നദിയാണ്. പ്രോജക്ട് ചീറ്റയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൂനോ നാഷണൽ പാർക്കാണ്. ലോകത്തിലെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര വൈൽഡ് കാർണിവോ ട്രാൻസ് ലൊക്കേഷൻ പദ്ധതി എന്നറിയപ്പെടുന്നത് പ്രോജക്ട് ചീറ്റയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ചീറ്റകളെ ഇന്ത്യയിലേക്ക് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? നമീബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നാണ്. പ്രോജക്ട് ഹങ്കൽ ബന്ധപ്പെട്ടിരിക്കുന്ന ദേശീയോദ്യാനം ദച്ചിഹാം ദേശീയോദ്യാനം, ജമ്മു കാശ്മീരാണ്. പഠിക്കുക. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം എ ജയതിലകാണ്. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലകാണ്. കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാർ. സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവൻ എന്ന നിലയിൽ അറിയപ്പെടുന്നത് ചീഫ് സെക്രട്ടറി. സംസ്ഥാന ഭരണകൂടത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആരാ? ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് IAS. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ എ ജയതിലക് IAS. അദ്ദേഹം ചുമതലയേറ്റത് 2025 ഏപ്രിൽ 30 ഡോക്ടർ എ ജയതിലക് IAS നമ്മുടെ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയെ ചുമതലയേറ്റത് 2025 ഏപ്രിൽ 30 കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എ ജയതിലക് IAS ആണ്. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ എ ജയതിലക് IAS ആണ്. 21ാമത്തെ ചോദ്യം, എന്താണ് പിനങ്ക സബ്ടെറേനിയ? എന്താണ് പിനങ്ക സബ്ടെറേനിയ? പിനങ്ക സബ്ടെറേനിയ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് കേട്ടോ. അപ്പോൾ പിനങ്ക സബ്ടെറേനിയ എന്ന് പറഞ്ഞാൽ 2022 കണ്ടെത്തിയ ഒരു പ്രത്യേക ഇനം ഈന്തപ്പനയാണ്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ജീവിവർഗങ്ങൾ: അഗസ്ത്യമല മുളവാലൻ. അഗസ്ത്യാർ മലയുടെ ഭാഗമായി കണ്ടെത്തിയ തുമ്പി വിഭാഗമാണ് അഗസ്ത്യമല മുളവാലൻ. ഓർത്തോളനെ,
അഗസ്ത്യമല മുളവാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്ത്യാർ മലയുടെ ഭാഗമായി കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വിഭാഗമാണ്. 2024 7 അപൂർവ ഇനം നിശാശലഭങ്ങളെ കണ്ടെത്തിയത് റാണിപുരം കാസർഗോഡ് നിന്നും. 2024 7 അപൂർവ ഇനം നിശാശലഭങ്ങളെ കണ്ടെത്തിയത് റാണിപുരം കാസർഗോഡ് ജില്ലയിൽ നിന്നും. യൂഫേയ വയനാഡെൻസിസ് വയനാട് മേഖലകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വിഭാഗമാണ് യൂഫേയ വയനാഡെൻസിസ്. അപ്പോൾ യൂഫേയ വയനാഡെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയനാട് മേഖലകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വിഭാഗം. മെസംബ്രിയസ് ബംഗാലെൻസിസും എം ക്വാട്രി വിറ്റാറ്റസും തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുഷ്പ ഈച്ചകളാണ് ഇവ. അപ്പോൾ മെസംബ്രിയൻസ് ബംഗാലെൻസിസും എം ക്വാട്രി വിറ്റാറ്റസും എന്താണെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലെ കോൾ നിലങ്ങളിൽ നിന്നും കണ്ടെത്തിയ പുഷ്പ ഈച്ചകളാണ്. ഇൻഡോഫാനസ് ബാർബറ വയനാട് മലമേഖലകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗമാണ് ഇൻഡോഫാനസ് ബാർബറ. എന്താണ് ഇൻഡോഫാനസ് ബാർബറ? വയനാട് മലമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഉറുമ്പ് വർഗമാണ്. ടൈനിഗോണാലോസ് ധൃതിയ കേരളത്തിന്റെ ഭാഗമായ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ വർഗമാണ് ടൈനി ഗോണാലോസ് തൃതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ടൈനി ഗോണാലോസ് തൃതീയ എന്താണ്? കേരളത്തിന്റെ ഭാഗമായ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കടന്നലാണ്. ക്ലിപ്സൈഡ് ബാംബു ടെയിൽ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി വർഗമാണ് ക്ലിപ്സൈഡ് ബാംബു ടെയിൽ. ക്ലിപ്സൈഡ് ബാംബു ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പിയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് അടുത്തിടെ കണ്ടെത്തിയ പ്രധാനപ്പെട്ട സസ്യവർഗങ്ങളെ പറ്റിയിട്ടാണ്. എംബ്ലിക്ക ചക്രബർത്തി ഇടമലയാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ നെല്ലിക്ക കുടുംബത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യമാണ് എംബ്ലിക്ക ചക്രബർത്തി. എന്താണ് എംബ്ലിക്ക ചക്രബർത്തി എന്ന് പറഞ്ഞാൽ? ഇടമലയാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ നെല്ലിക്ക കുടുംബത്തിൽപ്പെട്ട പുതിയ ഇനം സസ്യമാണ് എംബ്ലിക്ക ചക്രബർത്തി. സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ. എന്താ സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ എന്ന് പറഞ്ഞാൽ? നെല്ലിയാമ്പതി കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സ്റ്റെല്ലാരിയ മാക്ലിൻ റോക്കിയ. യൂണിയാല കെരാലെൻസിസ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് യൂണിയാല കെരാലെൻസിസ്. എന്താണ് യൂണിയാല കെരാലെൻസിസ് എന്ന് പറഞ്ഞാൽ? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് യൂണിയാല കെരാലെൻസിസ്. പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് സിപ്ലോക്കസ് മോഹാനനിയ. ഓർക്കണേ, സിപ്ലോക്കസ് മോഹാനനിയ എന്ന് പറഞ്ഞാൽ പൊന്മുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ്. മെമിസൈലോൺ ഇടുക്കിയാനം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയ ഉദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം വൃക്ഷമാണ് മെമിസൈലോൺ ഇടുക്കിയാനം. അപ്പോൾ മെമിസൈലോൺ ഇടുക്കിയാനം എന്താണ്? ഇടുക്കിയിലെ മതികെട്ടാംചോല ദേശീയ ഉദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം വൃക്ഷമാണ്. ഇംബറ്റീൻസ് അച്യുതാനന്ദിനി തിരുവനന്തപുരം കല്ലാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ് ഇംബറ്റീൻസ് അച്യുതാനന്ദിനി. ഇംബറ്റീൻസ് അച്യുതാനന്ദിനി അപ്പോൾ എന്താണ്? തിരുവനന്തപുരം കല്ലാർ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യമാണ്. ഇക്സോറ ഗാർഡ്ഗിലിയാന ഇടുക്കി വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ ചെറുവൃക്ഷമാണ് ഇക്സോറ ഗാർഡ്ഗിലിയാന. അപ്പോൾ ഇക്സോറ ഗാർഡ്ഗിലിയാന എന്ന് പറഞ്ഞാൽ ഇടുക്കി വനമേഖലയിൽ നിന്നും കണ്ടെത്തിയ ചെറിയ വൃക്ഷമാണ്. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചായിരുന്നു എന്നാണ് ചോദിച്ചത്. അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഉത്തരം എന്താ? ഓപ്ഷൻ സി, ചൈനയിൽ വെച്ചാണ് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2022 നടക്കാനിരുന്നത് കേട്ടോ. 19ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു 2022 നടക്കാനിരുന്നത്. ഇതിന്റെ വേദിയായി തിരഞ്ഞെടുത്തത് ഹാങ്ഷു ചൈനയാണ്. അപ്പോൾ 2022 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്ന് ചോദിച്ചാൽ അത് ഹാങ്ഷു ചൈനയായിരുന്നു. അത് 19ാമത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. എന്നാൽ 2022 നടക്കേണ്ടിയിരുന്ന ഈ ഗെയിംസ് COVID-19 മഹാമാരി കാരണം 2023 മാറ്റിവെച്ചു. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ശ്രദ്ധിച്ചോളണേ, 2022 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടിയിരുന്നത്. ഇത് എവിടെയാണ് നടക്കുവാൻ തീരുമാനിച്ചത്? ഹാങ്ഷു ചൈനയിലായിരുന്നു. എന്നാൽ 2022 വന്ന COVID-19 കാരണം
ഈ 2022 നടക്കേണ്ടിയിരുന്ന ഏഷ്യൻ ഗെയിംസ് എന്ത് ചെയ്തു? 2023 മാറ്റപ്പെട്ടു. അത് 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ നടക്കുകയും ചെയ്തു. വേദിയിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹാങ്ഷു ചൈനയിലാണ് നടന്നത്. 20ാമത് ഏഷ്യൻ ഗെയിംസ് ഇനി 2026 നടക്കുവാൻ പോവുകയാണ്. അതിന്റെ വേദി ഐച്ചി പ്രീഫെക്ചറും നഗോയയുമാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ് കേട്ടോ. ശ്രദ്ധിച്ചോളണേ, 2026 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുവാൻ പോകുന്നത്. അതിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ഐച്ചി പ്രീഫെക്ചറും നഗോയയുമാണ്. ഇത് രണ്ടും എവിടെയെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ്. 20ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുവാൻ പോകുന്ന തീയതി 2026 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ആയിരിക്കും കേട്ടോ. 2026 സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെയാണ് ഇപ്പോഴ് എന്ത് തീരുമാനിച്ചിരിക്കുന്നത്? 2026 ഏഷ്യൻ ഗെയിംസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് സുഹൃത്തുക്കൾ ഓർക്കുക. 21ാമത് ഏഷ്യൻ ഗെയിംസ് 2030. 21ാമത് ഏഷ്യൻ ഗെയിംസ് 2030 വേദി എവിടെയാണ്? ദോഹ, ഖത്തർ. 21ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാ? ദോഹ, ഖത്തറിലാണ്. 21ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന വർഷം എത്രയാ? 2030 ഇനി ഇതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാല് 2020 ഡിസംബർ 16 ഒമാനിലെ മസ്കറ്റിൽ നടന്ന ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ജനറൽ അസംബ്ലിയിലാണ് ദോഹയെ ആതിഥേയ നഗരമായിട്ട് തിരഞ്ഞെടുത്തത്. ഇത് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ അഥവാ OCA ആണ് കേട്ടോ. അപ്പോ നമ്മുടെ ഏഷ്യൻ ഗെയിംസിന്റെ വേദി എല്ലാം നിശ്ചയിക്കുന്നത് ആരാ? OCA അഥവാ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയാണ്. 22ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് റിയാദ്, സൗദി അറേബ്യ. വർഷം 2034 കേട്ടോ. 22ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാകാൻ പോകുന്നത് എവിടെയാ? റിയാദ്, സൗദി അറേബ്യയാണ്. 2034 ഇനി 22ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത്. ഇത്രയും വേദികൾ മാത്രമേ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, 21ാമത് ഏഷ്യൻ ഗെയിംസിന് ഏത് വർഷമാണ് നടക്കാൻ പോകുന്നത്? 2030 അതിന്റെ വേദി ദോഹ, ഖത്തറാണ്. ഇനി 22ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് 2034 ഇതിന്റെ വേദി റിയാദ്, സൗദി അറേബ്യയാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് റിപ്പബ്ലിക് ദിനം 2025 പ്രത്യേകതകളാണ്. റിപ്പബ്ലിക് ദിനം 2025 ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്. 2025 റിപ്പബ്ലിക് ദിന തീം സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ്. 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ തീം എന്താ? സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്. മുഖ്യ അതിഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രാബോവോ സുബിയാന്റോ ആണ്. ഓർത്തോളണേ, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യൻ സൈന്യമാണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഏതാണ്? ഇന്തോനേഷ്യൻ സൈന്യമാണ്. ട്രൈ സർവീസ് ടാബ്ലോ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 2025 റിപ്പബ്ലിക് ദിന പരേഡിലാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ നേവിയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയും കൂടിച്ചേർന്നുകൊണ്ട് ട്രൈ സർവീസ് ടാബ്ലോ ആദ്യമായിട്ട് നമ്മുടെ റിപ്പബ്ലിക് ചരിത്രത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് 2025 റിപ്പബ്ലിക് ദിന പരേഡിലാണ്. 2024 നൊബേലിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ആ നൊബേൽ ആർക്കൊക്കെയാണ് ലഭിച്ചതും അതുപോലെ അത് എങ്ങനെ പഠിക്കാമെന്നുള്ള കോഡും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം 2024 നൊബേൽ. 2024 നൊബേൽ വൈദ്യശാസ്ത്രം ലഭിച്ചത് വിക്ടർ അംബ്രോസിനും അതുപോലെ തന്നെ ഗാരി റെവ്കൂനുമാണ്. പഠിച്ചോളണേ, വൈദ്യശാസ്ത്രത്തിന് 2024 നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? വിക്ടർ അംബ്രോസും അതുപോലെ തന്നെ ഗാരി റെവ്കൂനുമാണ്. ആർക്കാണ്? ഗാരി റെവ്കൂനുമാണ്. എന്ത് വിഷയത്തെ പറ്റി പഠിച്ചതിനാണ് 2024 വൈദ്യശാസ്ത്ര നൊബേൽ ഈ വ്യക്തിത്വങ്ങൾക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാല് മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിന് അതിന്റെ പങ്കിനും വേണ്ടിയിട്ടാണ് 2024 നൊബേല് വൈദ്യശാസ്ത്ര മേഖലയിൽ വിക്ടർ അംബ്രോസിനും അതുപോലെ ഗാരി റെവ്കൂനും ലഭിച്ചത്. ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ 2024 നൊബേൽ വൈദ്യശാസ്ത്രം എന്ത് വിഷയത്തിനാണ് ലഭിച്ചത്? മൈക്രോ RNA കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്ക് കണ്ടെത്തിയതിനും. ഇത് പഠിക്കുവാനുള്ള കോഡ് എന്ന് ചോദിച്ചാൽ
RNA കണ്ടെത്തിയ വി ഗാരി വൈദ്യന് 2024 നൊബേൽ കിട്ടിയെന്ന് അങ്ങ് പഠിക്കുക. RNA കണ്ടെത്തിയ വികാരി വൈദ്യന് 2024 നൊബേൽ കിട്ടിയെന്ന് പഠിക്കുക. RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഓർക്കുക മൈക്രോ RNA, എന്തോ ഒരു RNAയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് ഓർത്തു വെക്കാൻ നമുക്ക് RNA എന്നുള്ളത് കൊണ്ട് കിട്ടും. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ അംബ്രോസും ഗാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാരി റവ്കൂനുമാണ്, അതുകൊണ്ടാണ് വികാരി എന്ന് പറഞ്ഞത്. അതുപോലെ വൈദ്യന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ 2024 നൊബേൽ കിട്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, 2024 നൊബേൽ തന്നെയാണ്. കോഡ് ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. RNA കണ്ടെത്തിയ വികാരി വൈദ്യന് 2024 നൊബേൽ കിട്ടിയെന്ന് ഓർക്കുക. RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ RNAയുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്ക് കണ്ടെത്തിയതിനുമാണ്. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ അംബ്രോസിനെ സൂചിപ്പിക്കുന്നു. ഗാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാരി റവ്കൂനെ സൂചിപ്പിക്കുന്നു. ഇനി വൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ 2024 നൊബേല് സെറ്റായി. ഇനി ഇവരുടെ രാജ്യം എവിടെയെന്ന് ചോദിച്ചാൽ രണ്ടുപേരും അമേരിക്കക്കാരാണ് കേട്ടോ. ഇവരുടെ രാജ്യം എവിടെയെന്ന് ചോദിച്ചാൽ ഈ വിക്ടർ അംബ്രോസും അതുപോലെ ഗാരി റവ്കൂനും അമേരിക്കൻ വംശജരാണ്. അതുകൊണ്ടൊന്ന് ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 2024 നൊബേൽ വൈദ്യശാസ്ത്രം ലഭിച്ചത് ആർക്കൊക്കെയാ? വിക്ടർ അംബ്രോസിനും ഗാരി റവ്കൂനുമാണ്. അവരെടുത്ത വിഷയം എന്തായിരുന്നു? മൈക്രോ RNAയുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജീൻ നിയന്ത്രണത്തിൽ അതിന്റെ പങ്ക് കണ്ടെത്തിയതുമാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്താണ്? RNA കണ്ടെത്തിയ വികാരി വൈദ്യന് 2024 നൊബേൽ കിട്ടിയെന്ന് പഠിക്കുക. RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ RNAയുടെ കണ്ടെത്തലിനെ സൂചിപ്പിക്കുന്നു. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടർ അംബ്രോസ് ആണ്. ഗാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാരി റവ്കൂനുമാണ്. വൈദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഇനി ഇവർ രണ്ടുപേരുടെ രാജ്യം ഏതാ? വി വിക്ടർ അംബ്രോസും അതുപോലെ ഗാരി റവ്കൂനും ഏത് രാജ്യക്കാരനാ? അമേരിക്കൻ വംശജരാണ്. അതുകൊണ്ടൊന്ന് ഓർത്തു വെക്കുക. അടുത്ത നമുക്ക് 2024 ഭൗതിക ശാസ്ത്ര നൊബേലിനെ പറ്റി നോക്കാം. 2024 ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിന്റെ നൊബേലിനെ പറ്റി. 2024 ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് രണ്ട് വ്യക്തിത്വങ്ങൾക്കാണ്. ആരൊക്കെയാണ് അവര്? ജോൺ ജെ ഹോഫീൽഡും അതുപോലെ ജെഫ്രി ഇ ഹിൻറ്റനുമാണ്. ജോൺ ജെ ഹോഫീൽഡ്, ജെഫ്രി ഇ ഹിൻറ്റൻ എന്നിങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർക്കാണ് ഭൗതിക ശാസ്ത്ര മേഖലയിൽ 2024 നൊബേൽ ലഭിച്ചത്. എന്തായിരുന്നു അവർ കൊണ്ടുവന്ന വിഷയം എന്ന് ചോദിച്ചാൽ, കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് ഇവർക്ക് രണ്ടുപേർക്കും 2024 നൊബേൽ ലഭിച്ചത്. അപ്പോ 2024 ഭൗതിക ശാസ്ത്ര നൊബേലിന്റെ വിഷയം എന്തായിരുന്നു? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കുമാണ് ഭൗതിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത്. ഓർക്കുക. ഇനി ഇത് പഠിക്കാനുള്ള കോഡ് ഒന്ന് നോക്കാം സുഹൃത്തുക്കളെ. കോഡൊന്നുമില്ല. 2024 ഭൗതിക ശാസ്ത്ര നൊബേല് കൃത്രിമം കാട്ടിയ ജോണിന് ഫ്രീ ആയി ലഭിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. 2024 ഭൗതിക ശാസ്ത്ര നൊബേല് കൃത്രിമം കാട്ടിയ ജോണിന് ഫ്രീ ആയി ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ കൃത്രിമം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അതുപോലെ ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ജെ ഹോഫീൽഡ് ആണ്. ഫ്രീ ആയി ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെഫ്രി ഹിൻറ്റനെ സൂചിപ്പിക്കുന്നു. ജെഫ്രിയുടെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ എടുത്തത്. ജെഫ്രി ഇ ഹിൻറ്റനെയാണ് ഫ്രീ ആയിട്ട് ലഭിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി കോഡ് പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2024 ഭൗതിക ശാസ്ത്ര നൊബേല് കൃത്രിമം കാട്ടിയ ജോണിന് ഫ്രീ ആയി ലഭിച്ചു എന്നങ്ങ് പഠിക്കുക. ഇതിൽ കൃത്രിമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടിയിട്ടാണ് 2024 നൊബേൽ സമ്മാനം ലഭിച്ചതെന്ന് ഓർക്കുക. എന്തിലാണ്? ഭൗതിക ശാസ്ത്രത്തില്. അപ്പൊ കൃത്രിമം എന്നുള്ള വാക്ക് നമ്മുടെ കയ്യിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ വെച്ച് നമുക്കത് ഓർമ്മ വരും. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലൂ ആയിട്ട് ഇട്ടതാണ്. അതുപോലെ തന്നെ എന്താണ്? ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ജെ ഹോഫീൽഡ് ആണ്. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഫ്രി ഇ ഹിൻറ്റനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ രാജ്യം കൂടി നമുക്കൊന്ന് നോക്കാം. ജോൺ ജെ ഹോഫീൽഡ് അമേരിക്കക്കാരനാണ്. ജോൺ ജെ ഹോഫീൽഡ് അമേരിക്കക്കാരനാണ്. ജെഫ്രി ഇ ഹിൻറ്റൻ കനേഡിയൻ ആണ്. ജെഫ്രി ഇ ഹിൻറ്റൻ എന്ന് പറയുന്നത് കനേഡിയൻ ആണ്. ഇതോടെ സുഹൃത്തുക്കളൊന്ന് ഓർത്തു വെക്കുക. 2024 രസതന്ത്രത്തിന് നൊബേൽ ലഭിച്ചത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജെമ്പർ എന്നിവർക്കാണ്. പഠിച്ചോളനെ, കട്ടിയുള്ള പേരുകളാണ്. രസതന്ത്രം 2024 നൊബേൽ അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് നൊബേൽ 2024 ലഭിച്ചത് ആർക്കൊക്കെയാ? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജെമ്പർ എന്നീ 3 വ്യക്തിത്വങ്ങൾക്കാണ്. ഇങ്ങനെ 3 പേരുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ 3 പേരുടെ പേര് പഠിച്ചു വെച്ചോളനെ. PSC ഉറപ്പായിട്ടും ചോദിക്കും. ഒന്നുകൂടി പറഞ്ഞുതരാം. 2024 രസതന്ത്രത്തിന് നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് ബേക്കറിന്, ഡെമിസ് ഹസാബീസിന്, ജോൺ എം ജെമ്പറിന്.
ഇവരെടുത്ത വിഷയം എന്തെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന ചെയ്തു, അതുപോലെ തന്നെ പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കും അതുപോലെ പ്രോട്ടീന്റെ ഘടന പ്രവചിച്ചതിനും വേണ്ടിയിട്ടായിരുന്നു 2024 രസതന്ത്രത്തിന് നൊബേൽ ആർക്കൊക്കെ ലഭിച്ചത്? ഡേവിഡ് ബേക്കറിനും ഡെമീസ് ഹസാബീസിനും ജോൺ എം ജെമ്പറിനും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. കോഡൊന്നുമില്ല. രസം കുടിച്ച് പ്രോ ഡേവിഡ് ജെമ്പ് മിസ് ചെയ്തു എന്നങ്ങ് പഠിക്കുക. രസം കുടിച്ച പ്രോ ഡേവിഡ് ജെമ്പ് മിസ് ചെയ്തു എന്നങ്ങ് പഠിക്കുക. ഇതിൽ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസതന്ത്രത്തെ സൂചിപ്പിക്കുന്നു. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പന. ഒന്നും ഓർത്തു വെക്കേണ്ട, എന്തോ ഒരു പ്രോട്ടീനിൽ കണ്ടെത്തലിനാണ് എന്ത് കിട്ടിയത്? 2024 രസതന്ത്രത്തിന് നൊബേൽ കിട്ടിയെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആ പ്രോ എന്നുള്ള വാക്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രോട്ടീനിലേക്ക് എത്താൻ കഴിയും. ഇനി ഡേവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേവിഡ് ബേക്കറിനെ സൂചിപ്പിക്കുന്നു. ജെമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ എം ജെമ്പറിലെ ജെമ്പാണ് കേട്ടോ. ജോൺ എം ജെമ്പറിലെ ജെമ്പാണ്. മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഡെമീസ് ഹസാബീസിനെയാണ് കേട്ടോ. അതിനകത്തൊരു മിസ് ഉണ്ടല്ലോ, കണ്ടോ സുഹൃത്തുക്കളെ? ആ മിസ്സാണ് നമ്മൾ ഇനി എടുത്തത്. അപ്പോൾ ഡെമീസ് ഹസാബീസിനെയാണ് മിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കോഡ് ഒന്നുകൂടി പറഞ്ഞു തരാം. കോഡ് ഇത്രയേ ഉള്ളൂ. രസം കുടിച്ച പ്രോ ഡേവിഡ് ജെമ്പ് മിസ് ചെയ്തു എന്നങ്ങ് പഠിക്കുക. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസതന്ത്രത്തെ സൂചിപ്പിക്കുന്നു. പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് രസതന്ത്രം 2024 നൊബേൽ ലഭിച്ചത്. അതുപോലെ ഡേവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിഡ് ബേക്കറിനെ സൂചിപ്പിക്കുന്നു. ജെമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ എം ജെമ്പറിനെ സൂചിപ്പിക്കുന്നു. മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമീസ് ഹസാബീസിനെയും സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഇനി ഇവരുടെ രാജ്യം കൂടി നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഡേവിഡ് ബേക്കർ അമേരിക്കക്കാരനാണ്. ഡെമീസ് ഹസാബീസ് യുണൈറ്റഡ് കിങ്ഡം കാരനാണ്, അഥവാ UK കാരനാണ്. ഡെമീസ് ഹസാബീസ് എന്ന് പറയുന്നത് ജോൺ എം ജെമ്പർ എന്ന് പറയുന്നതും UK കാരനാണ്. അപ്പോൾ ഡെമീസ് ഹസാബീസും ജോൺ എം ജെമ്പറും UK കാരനും ഡേവിഡ് ബേക്കർ എവിടെയാണ്? അമേരിക്കക്കാരനുമാണ്. പഠിക്കുക. 2024 സമാധാനത്തിന് നൊബേൽ ലഭിച്ചത് നിഹോൺ ഹിൻഡാക്യോണ്. വ്യക്തിയൊന്നുമല്ല, ഒരു സംഘടനയാണ് കേട്ടോ. 2024 സമാധാനത്തിന് നൊബേൽ ലഭിച്ചത് സംഘടന ഏതാണ്? നിഹോൺ ഹിൻഡാക്യോ ആണ്. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വല്ലോ വ്യക്തിയുടെ പേരാണെന്ന്. അല്ല, ഇതൊരു സംഘടനയാണ്, ഒരു ജാപ്പനീസ് സംഘടനയാണ് കേട്ടോ. ഓർക്കുക. ഇത് പഠിക്കേണ്ട കോഡ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനം നഹി എന്നങ്ങ് പഠിക്കുക. സമാധാനം നഹി എന്നങ്ങ് പഠിക്കുക. ഇവിടെ നമുക്ക് നിഹോൺ ഹിൻഡാക്കിയനെ നിഹി എന്ന് വേണമെങ്കിൽ ഷോർട്ട് ഫോമിൽ എഴുതാം. അതിനെ നമ്മൾ കൺവെർട്ട് ചെയ്ത് നഹി ആക്കിയതാണ്. അപ്പൊ സമാധാനം നഹി 2024 സമാധാനം എന്താണ്? നഹി എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ 2024 സമാധാനത്തിന് നൊബേൽ ലഭിച്ച സംഘടനയുടെ പേരെന്താ സുഹൃത്തുക്കളെ? നിഹോൺ ഹിൻഡാക്യോ എന്നാണ്. ഇതൊരു ജാപ്പനീസ് സംഘടനയാണ്. എന്തിനായിരുന്നു 2024 നൊബേൽ സമ്മാനം നിഹോൺ ഹിൻഡാക്കി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കുവാനുള്ള ശ്രമങ്ങൾക്കും ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് ഈ നിഹോൺ ഹിൻഡാക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എന്ത് ലഭിച്ചത്? 2024 നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ ഇതിന്റെ രാജ്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ജപ്പാൻ തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സമാധാനം 2024 നൊബേൽ ലഭിച്ചത് ആർക്കാ? നിഹോൺ ഹിൻഡാക്യോ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ്. ഇതിന്റെ കോഡ് എന്താ സുഹൃത്തുക്കളെ? നമ്മൾ പറഞ്ഞത് സമാധാനം നഹി എന്നാണ്. നഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഹോൺ ഹിൻഡാക്യോയുടെ ഷോർട്ട് ഫോം ആണ്. അത് നിഹി എന്നാണ് വരുന്നത്. പക്ഷെ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താക്കി? നഹി എന്നാക്കി. അപ്പൊ അതങ്ങ് പഠിച്ചു വെക്കുക. ഇനി ഇതിന്റെ വിഷയം എന്തായിരുന്നു ചോദിച്ചാൽ ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കുവാനുള്ള ശ്രമങ്ങൾക്കും ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്ന സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് നിഹോൺ ഹിൻഡാക്യോ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടനയ്ക്ക് 2024 സമാധാന പുരസ്കാരം ലഭിച്ചത്. പഠിക്കുക. 2024 സമാധാനത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. പഠിക്കുക. ഇനി നമുക്ക് നിഹോൺ ഹിൻഡാക്യോയെ കുറിച്ചൊന്ന് നോക്കാം. ഇതാണ് ഇപ്പൊ PSC ട്രെൻഡ്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന രീതി. നിഹോൺ ഹിൻഡാക്യോ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. 2ാം ലോക മഹായുദ്ധത്തെ ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന അണുബോംബ് സ്ഫോടനങ്ങളിൽ അതിജീവിച്ചവരെ പ്രതിനിധീകരിക്കുന്ന ജാപ്പനീസ് സംഘടനയാണ് നിഹോൺ ഹിൻഡാക്യോ. പഠിച്ചോളണേ. 2ാം ലോക മഹായുദ്ധ സമയത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന അണുബോംബ് സ്ഫോടനങ്ങളെ അതിജീവിച്ചവരെ പ്രതിനിധീകരിക്കുന്ന ജാപ്പനീസ് സംഘടനയാണ് നിഹോൺ ഹിൻഡാക്യോ എന്ന് പറയുന്നത്. ഈ സംഘടന രൂപീകൃതമായ വർഷം 1956 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. നമ്മുടെ നിഹോൺ ഹിൻഡാക്യോ സംഘടന രൂപീകൃതമായ വർഷം 1956 ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. 2ാം ലോക മഹായുദ്ധ അണുബോംബ് സ്ഫോടനത്തിൽ അതിജീവിച്ചവർ അറിയപ്പെടുന്ന പേരാണ് ഹിബാകുഷ. പഠിച്ചോളണേ. 2ാം ലോക മഹായുദ്ധത്തിൽ അണുബോംബ് സ്ഫോടനത്തിൽ നിന്നും അതിജീവിച്ച വ്യക്തിത്വങ്ങളെ അറിയപ്പെടുന്ന പേര്, അല്ലെങ്കിൽ വ്യക്തികളെ അറിയപ്പെടുന്ന പേരെന്താണ്? ഹിബാകുഷ എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക.
നിഹോൺ ഹിൻഡാക്കിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും നടന്ന അണുബോംബ് സ്ഫോടനങ്ങളെ അതിജീവിച്ചവരെ പ്രതിനിധീകരിക്കുന്ന ജാപ്പനീസ് സംഘടന അറിയപ്പെടുന്ന പേരാണ് നിഹോൺ ഹിൻഡാക്യോ എന്നുള്ളത്. ഈ സംഘടന രൂപീകൃതമായ വർഷം 1956 ഓഗസ്റ്റ് മാസം 10-ാം തീയതി. രണ്ടാം ലോക മഹായുദ്ധം അണുബോംബ് സ്ഫോടനത്തിൽ അതിജീവിച്ചവർ അറിയപ്പെടുന്ന പേരെന്താണ്? ഹിബാകുഷ എന്നാണ്. പഠിക്കുക. 2024 സാഹിത്യ നൊബേൽ ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. പഠിച്ചോളണേ. 2024 നൊബേൽ പ്രൈസ് സാഹിത്യത്തിന് ലഭിച്ചത് ആർക്കാണ്? ഹാൻ കാങ്ങിനാണ്. ഇത് പഠിക്കേണ്ട കോഡ് എന്തെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. സാഹിത്യ രചന നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം സുഹൃത്തുക്കളെ? ഹാൻഡ് വേണം അല്ലെ? സാഹിത്യ രചന നടത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹാൻഡ് വേണം. അത്ര മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. 2024 സാഹിത്യ പുരസ്കാരം നൊബേൽ ലഭിച്ചത് ആർക്കാ? ഹാൻ കാങ്ങിനാണ്. നമ്മുടെ കോഡ് എന്താണ്? സാഹിത്യ രചന നടത്തണമെങ്കിൽ ഹാൻഡ് വേണമെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. എന്ത് വിഷയത്തിനാണ് അവർക്ക് ലഭിച്ചതെന്ന് ചോദിച്ചാൽ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്ത അതിതീവ്രമായിട്ടുള്ള കാവ്യ ഗദ്യങ്ങൾക്ക് രചിച്ചതിനാണ് ആർക്ക് ലഭിച്ചത്? ഹാൻ കാങ്ങിന് 2024 സാഹിത്യ നൊബേൽ ലഭിച്ചത്. ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളണേ. 2024 സാഹിത്യ നൊബേൽ ലഭിച്ചത് ആർക്കാ? ഹാൻ കാങ്ങിനാണ്. എന്താ കോഡ്? സാഹിത്യ രചനയ്ക്ക് ഹാൻഡ് വേണമെന്നങ്ങ് പഠിച്ചു വെക്കുക. വിഷയം എന്തായിരുന്നു? ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന തീവ്രമായ കാവ്യഗദ്യങ്ങൾ രചിച്ചതിനാണ് ഹാൻ കാങ്ങിന് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇവരുടെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ്. രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. ഇതാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചത്. അപ്പൊ നമുക്ക് അല്പം ഡീപ്പായിട്ട് ഹാൻ കാങ്ങിനെ പറ്റി പഠിക്കാം. ഹാൻ കാങ്ങിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. സാഹിത്യത്തിൽ നിന്നുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത ആരാണ്? ഹാൻ കാങ് ആണ്. ശരിയാണ്. സാഹിത്യത്തിൽ നിന്നുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത ആരാണ്? ഹാൻ കാങ് ആണ്. നൊബേൽ ലഭിക്കുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ഹാൻ കാങ് ആണ്. കൺഫ്യൂഷൻ ആവല്ലേ. നൊബേൽ ലഭിക്കുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ഹാൻ കാങ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചത്? സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അത് ഹാൻ കാങ് ആണ്. കാരണം 2 പേർക്ക് മാത്രമേ ദക്ഷിണ കൊറിയയിൽ നിന്ന് ഇതുവരെയായിട്ടും നൊബേൽ ലഭിച്ചിട്ടുള്ളൂ. അതിലൊരാൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാൻ കാങ് ആണ്. അവർക്ക് എന്തിനാ ലഭിച്ചത് നൊബേൽ ലഭിച്ചത്? അവർക്ക് സാഹിത്യത്തിനാണ് നൊബേൽ ലഭിച്ചത്. സാഹിത്യത്തിൽ നിന്നുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 18ാമത് വനിതയാണ് ആര്? ഹാൻ കാങ്. ഇതും ചോദിച്ചിരുന്നു. സാഹിത്യത്തിൽ നിന്ന് നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 18ാമത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഹാൻ കാങ് ആണ്. പഠിക്കുക. ഹാൻ കാങ്ങിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ദി വെജിറ്റേറിയൻ. അത് തന്നെയാണ് PSC ചോദിച്ചത്. ദ വെജിറ്റേറിയൻ. ഇത് അവർ എഴുതിയത് 2007 ഇതൊരു നോവലാണ് കേട്ടോ. ഈ നോവൽ അവർ എഴുതിയെന്നിലാണ് 2007. ഹാൻ കാങ് 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന് അർഹമായ കൃതിയാണ് ദ വെജിറ്റേറിയൻ. ഹാൻ കാങ്ങിന് 2016 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന് അർഹമാക്കിയ കൃതി ഏതായിരുന്നു? ദ വെജിറ്റേറിയൻ ആയിരുന്നു. ദ വെജിറ്റേറിയൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് CV ബാലകൃഷ്ണനാണ്. പഠിച്ചോളണേ. ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? CV ബാലകൃഷ്ണനാണ്. ഇത്രയും പോയിന്റ് ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഹാൻ കാങ്ങിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സാഹിത്യത്തിൽ നിന്നുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത ഹാൻ കാങ് ആണ്. നൊബേൽ ലഭിക്കുന്ന രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ ഹാൻ കാങ് ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാഹിത്യത്തിന് നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിത്വം ആരെന്ന് ചോദിച്ചാൽ അതും ഹാൻ കാങ് തന്നെയാണ്. പക്ഷെ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിത്വം അല്ല ആര്? ഹാൻ കാങ്. രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിത്വമാണ് ഹാൻ കാങ്. ആ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കുന്ന 18ാമത് വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഹാൻ കാങ് ആണ്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഹാൻ കാങ്ങിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? ദി വെജിറ്റേറിയൻ. ഇതെന്നാ വന്നത്? 2007 അവർ എഴുതിയൊരു നോവലായിരുന്നു. ഈ നോവലിന് 2016 ഹാൻ കാങ്ങിന് മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് അർഹമായിരുന്നു. അതുപോലെ തന്നെ ദ വെജിറ്റേറിയൻ എന്ന് പറയുന്ന കൃതി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? CV ബാലകൃഷ്ണനാണ്. ഹാൻ കാങ്ങിന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരമാണ് ലവ് ഓഫ് യോസു എന്നുള്ളത്. പഠിച്ചോണേ. ഹാൻ കാങ്ങിന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം അറിയപ്പെടുന്ന പേരെന്താണ്? ലവ് ഓഫ് യോസു. ഹാൻ കാങ്ങിന്റെ ചലച്ചിത്രമാക്കപ്പെട്ട നോവലുകളാണ് ദ വെജിറ്റേറിയനും അതുപോലെ ബേബി ബുദ്ധയും. ബേബി ബുദ്ധയായിരിക്കും ഇനി PSC ചോദിക്കുന്നത്, അതുകൊണ്ട് പഠിക്കുക. ഹാൻ കാങ്ങിന്റെ ചലച്ചിത്രമാക്കപ്പെട്ട നോവലുകൾ ഏതൊക്കെയാണ്? ദ വെജിറ്റേറിയനും അതുപോലെ ബേബി
ബുദ്ധയുമാണ്. ഹാൻകാങ്ങിന്റെ മറ്റു കൃതികളാണ് ദ വൈറ്റ് ബുക്ക്, PSC ഓൾറെഡി ചോദിച്ചിരുന്നു, ഹ്യൂമൻ ആക്ട്സ്, അതുപോലെ ഗ്രീക്ക് ലെസൺസ്. പഠിച്ചോളണേ. ഹാൻകാങ്ങിന്റെ മറ്റു പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ദ വൈറ്റ് ബുക്ക്, ഹ്യൂമൻ ആക്ട്സ്, അതുപോലെ ഗ്രീക്ക് ലെസൺസ് എന്നിവ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഹാൻകാങ്ങിന്റെ ചെറുകഥാ സമാഹാരമാണ് ലവ് ഓഫ് യോസു എന്ന് പറയുന്നത്. ഹാൻകാങ്ങിന്റെ ഏറ്റവും പുതിയ നോവലാണ് ഐ ഡു നോട്ട് ബീറ്റ് ഫെയർവെൽ എന്നുള്ളത്. ഹാൻകാങ്ങിന്റെ ചലച്ചിത്രമാക്കപ്പെട്ട നോവലുകളാണ് ദി വെജിറ്റേറിയനും അതുപോലെ ബേബി ബുദ്ധയും. അതുപോലെ തന്നെ ഹാൻകാങ്ങിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് ദ വൈറ്റ് ബുക്ക്, ഹ്യൂമൻ ആക്ട്സ്, അതുപോലെ ഗ്രീക്ക് ലെസൺസ് എന്നിവ പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നൊബേൽ ലഭിച്ചത് 3 പേർക്കാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. പഠിച്ചോളനെ. 2024 സാമ്പത്തിക നൊബേൽ ലഭിച്ചത് 3 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്കാണ്. ആരൊക്കെയാണ് അവര്? ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കായിരുന്നു. ഇവരുടെ എന്ത് വിഷയത്തിനാ സാമ്പത്തിക ശാസ്ത്രത്തിലെ നൊബേൽ ലഭിച്ചതെന്ന് ചോദിച്ചാൽ സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠിച്ചതിനാണ് കേട്ടോ. സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ എങ്ങനെ അത് ബാധിക്കുന്നു എന്നതിനെ കുറിച്ചും പഠിച്ചതിനാണ് 2024 സാമ്പത്തിക നൊബേൽ ആർക്കൊക്കെ ലഭിച്ചത്? ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്ക് ലഭിച്ചത്. ഇത് പഠിക്കേണ്ട കോഡ് എന്തെന്ന് ചോദിച്ചാൽ ഈസിയാണ് സുഹൃത്തുക്കളെ, ഒന്നുമില്ല. ഡാ സൈമ ജെയിംസിന് സമ്പത്തുണ്ട് എന്നങ്ങ് പഠിക്കുക. ഡാ സൈമ ജെയിംസിന് സമ്പത്തുണ്ട് എന്നങ്ങ് പഠിക്കുക. ഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാരോൺ അസെമോഗ്ലുവിനെ സൂചിപ്പിക്കുന്നു. സൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൺ ജോൺസനെ സൂചിപ്പിക്കുന്നു. ജെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് എ റോബിൻസനെ സൂചിപ്പിക്കുന്നു. സമ്പത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തെ സൂചിപ്പിക്കുന്നു. കോഡ് ഈസിയാണേ, പഠിച്ചു വെച്ചോളണേ. 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ ലഭിച്ചത് ആർക്കൊക്കെയാ? ഡാരോൺ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ്. ഇവർ എന്ത് വിഷയത്തെ കുറിച്ച് പഠിച്ചതിനാൽ ലഭിച്ചത്? സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും സമൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും പഠിച്ചതിനാണ്. ഇത് പഠിക്കേണ്ട കോഡ് എന്താ സുഹൃത്തുക്കളെ? വളരെ ഈസിയാണ്. കോഡ് എന്തായിരുന്നു? ഡാ സൈമ ജെയിംസിന് സമ്പത്തുണ്ട് എന്നങ്ങ് പഠിക്കുക. കോഡ് പിന്നെയും ആവർത്തിക്കുന്നു. ഡാ സൈമ ജെയിംസിന് സമ്പത്തുണ്ട് എന്നങ്ങ് പഠിക്കുക. ഡാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാരോൺ അസെമോഗ്ലുവിനെ സൂചിപ്പിക്കുന്നു. സൈമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈമൺ ജോൺസനെ സൂചിപ്പിക്കുന്നു. ജെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് എ റോബിൻസനെ സൂചിപ്പിക്കുന്നു. സമ്പത്തുണ്ടെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവരുടെ രാജ്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഡാരോൺ അസെമോഗ്ലു തുർക്കിക്കാരനാണ്. ഡാരോൺ അസെമോഗ്ലു എന്ന് പറയുന്നത് തുർക്കിക്കാരനാണ്. സൈമൺ ജോൺസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK കാരനാണ്. അതുപോലെ തന്നെ ജെയിംസ് എ റോബിൻസണും UK കാരനാണ്. പഠിച്ചോളനെ. ഡാരോൺ അസെമോഗ്ലു തുർക്കിക്കാരനാണ്. സൈമൺ ജോൺസൺ UK കാരനാണ്. ജെയിംസ് എ റോബിൻസണും UK കാരനാണ്. 23ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ക്വസ്റ്റ്യൻ എന്താ സുഹൃത്തുക്കളെ? 2024 ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഭൂപ്രദേശ പുനഃസ്ഥിതീകരണവും മരുഭൂമിവൽക്കരണം, വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. ഓപ്ഷൻ സി, 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഓപ്ഷൻ ഡി, മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയുമായി 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഇതില് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ താഴെ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സുഹൃത്തുക്കൾ പഠിക്കുക. 2024 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് ജൂൺ 5 സുഹൃത്തുക്കളെ? 1974 ജൂൺ 5 ആണ് കേട്ടോ. 1974 ജൂൺ 5 മുതലാണ് നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ 5 ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് രൂപപ്പെട്ടത് എവിടെയാ സുഹൃത്തുക്കളെ? പരിസ്ഥിതി അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞൊരു ദിനം നമുക്ക് വേണമെന്നും അന്ന് പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെന്നുമുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യമായിട്ട് രൂപപ്പെട്ടത് ഏത് ചർച്ചയിലാണെന്ന് ചോദിച്ചാൽ അത് 1972 നടന്ന UN സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. 1972 നടന്ന UN സമ്മേളനമായിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്? ഇതൊക്കെ PSC ചോദിച്ചതാണ്. എവിടെ വെച്ചാണ് നടന്നത്? സ്വീഡനിൽ വെച്ചായിരുന്നു കേട്ടോ. സ്വീഡനിൽ വെച്ച്, സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു എന്ത് നടന്നത്?
ഈ പറഞ്ഞിരിക്കുന്ന 1972 UN പരിസ്ഥിതി സമ്മേളനം നടന്നത്. ഈ UN പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ലോകത്തിൽ മൊത്തത്തിൽ ഒരു പരിസ്ഥിതി ദിനം വേണമെന്നും ആ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നുമുള്ള തീരുമാനം വന്നത്. എന്നാൽ പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് 1974 നടന്ന ജൂൺ 5 നടന്ന സമ്മേളനത്തിൽ മുതലാണ് കേട്ടോ. ഈ സമ്മേളനത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 180 രാജ്യങ്ങൾ പങ്കെടുത്തു. ബാക്കിയുള്ള 3 പോയിന്റ് നമുക്ക് നോക്കാം. ഭൂപ്രദേശ പുനഃസ്ഥിതീകരണവും മരുഭൂമിവൽക്കരണം വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. പഠിക്കാതെ പോവല്ലേ, PSC ചോദിക്കും. ഭൂപ്രദേശ പുനഃസ്ഥിതീകരണം, മരുഭൂമിവൽക്കരണം, വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയം വഹിച്ച രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളനെ. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു. മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അതുകൂടി ഒന്ന് പഠിച്ചോളനെ. മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ പഠിക്കുക. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ISROയുടെ നേട്ടങ്ങൾ ഏതൊക്കെ? 24ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ISROയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ഓപ്ഷൻ ബി, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ എന്നിവയെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. മൂന്നാമത്തെ പോയിന്റ്, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഓപ്ഷൻ ഡി, ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3. ഇതിലേതാണ് ശരിയായിട്ടുള്ള ISROയുടെ നേട്ടമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം ISROയുടെ നേട്ടം തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന, അതായത് പുതിയതായിട്ട് പിന്നെയും ഉപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. നമ്മുടെ ചിത്രത്തിലൊക്കെ കണ്ടു കാണും പുഷ്പക് എന്നുള്ളത്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ എന്നിവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. എന്താണ്? എക്സ്പോസാറ്റ്. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ് എക്സ്പോസാറ്റ് കേട്ടോ. ഏതാണ്? എക്സ്പോസാറ്റ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ചോദിച്ചാലും അതും എക്സ്പോസാറ്റ് തന്നെയാണ് കേട്ടോ. എക്സ് എന്ന് വെച്ചാൽ എക്സ്റേ തരംഗങ്ങൾ കേട്ടോ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അതും എക്സ്പോസാറ്റ് തന്നെയാണ്. എക്സ്പോസാറ്റ് എന്നാ സുഹൃത്തുക്കളെ വിക്ഷേപിച്ചത്? 2024 ജനുവരിയാണ്. എന്ന് പറഞ്ഞാൽ അതിലൊരു കറണ്ട് അഫയേഴ്സ് ഒളിച്ചു കിടപ്പുണ്ട്. ഓൾറെഡി PSC അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുക. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ISRO വിക്ഷേപിച്ച ഏറ്റവും ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3 എന്നുള്ള POEM കേട്ടോ. പോയം 3 എന്നുള്ളത്. ഈ പോയം 3യുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ P എന്ന് വെച്ചാൽ PSLV, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റല്, O എന്ന് പറഞ്ഞാൽ ഓർബിറ്റല്, അതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെരിമെന്റ്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോ POEM പോയത്തിന്റെ ഫുൾ ഫോം എന്താ സുഹൃത്തുക്കളെ? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂളിനെയാണ് നമ്മൾ പോയം 3 എന്ന് പറയുന്ന POEM 3 പോയം 3 എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് 2024 ISROയുടെ നാഴികക്കല്ലുകളാണ്. 2024 ISROയുടെ നാഴികക്കല്ലുകൾ. 2024 ജനുവരി 1 തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മിഷൻ നമ്മുടെ ISRO ചെയ്തിരുന്നു. ഏതാണത്? അതാണ് എക്സ്പോസാറ്റ്. ഏതാണ്? എക്സ്പോസാറ്റ്. എക്സ്പോസാറ്റ് കൃത്രിമോപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത് 2024 ജനുവരി മാസം 1-ാം തീയതിയായിരുന്നു. എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എക്സ്റേ പൊളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. എക്സ്പോസാറ്റിന്റെ പൂർണ്ണരൂപം എന്താ? എക്സ്റേ പൊളാരിറ്റി മീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു എക്സ്പോസാറ്റിന്റെ പ്രധാന ലക്ഷ്യം. എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതായിരുന്നു എക്സ്പോസാറ്റിന്റെ പ്രധാന ലക്ഷ്യം. ഇനി നമ്മുടെ PSC ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസാറുകൾ, സൂപ്പർനോവ അവശിഷ്ടങ്ങൾ,
സജീവ ഗാലക്സി ന്യൂക്ലിയസുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നതാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞാൽ കേട്ടോ, ഇതാണ് PSC ചോദിച്ചത്. എന്തിനെ പറ്റിയൊക്കെ പഠിക്കാനാണ് എക്സ്പോസാറ്റ് പോയത്? തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകളെ പറ്റി, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അഥവാ ന്യൂട്രോൺ സ്റ്റാറുകളെ പറ്റി, പൾസാറുകളെ പറ്റി, സൂപ്പർനോവ അവശിഷ്ടങ്ങൾ അഥവാ സൂപ്പർനോവ റെമിനൻസിനെ പറ്റിയിട്ട്, അതുപോലെ സജീവ ഗാലക്സി ന്യൂക്ലിയസുകളെ പറ്റിയിട്ട് പഠിക്കുന്നതിനാണ് ആര് പോയത്? എക്സ്പോസാറ്റ് നമ്മൾ വിക്ഷേപിച്ചത്. നമ്മുടെ എക്സ്പോസാറ്റ് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C-58 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ അഭിമാനകരമായൊരു റോക്കറ്റാണ് PSLV സീരീസ് എന്ന് പറയുന്നത്. ആ PSLV സീരീസിലെ C-58 ആണ് എന്തിനു ഉപയോഗിച്ചത്? എക്സ്പോസാറ്റ് വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ചത്. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആയിരിക്കും. നമുക്കറിയാം വിക്ഷേപിച്ചത് എവിടെ നിന്നാ? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നുമാണ്. PSLVയുടെ 60ാമത്തെ വിജയകരമായ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് വിക്ഷേപണം. ഇത് ചോദിച്ചാൽ നിങ്ങൾ കുടുങ്ങും, അതുകൊണ്ട് ഓർത്ത് വെച്ചോളാം. PSLVയുടെ 60ാമത്തെ വിജയകരമായ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് വിക്ഷേപണം എന്നുള്ളത്, അതുകൂടെ ഒന്ന് ഓർക്കുക. 2024 ഫെബ്രുവരി 17 ഇൻസാറ്റ് 3DS വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. 2024 ഫെബ്രുവരി 17 പ്രത്യേകത എന്താ? ഇൻസാറ്റ് 3DS വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. ഇൻസാറ്റ് 3DS അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. PSCക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ കാലാവസ്ഥ ഉപഗ്രഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹമാണ് ആര്? ഇൻസാറ്റ് 3DS എന്നുള്ളത് ഓർക്കുക. വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-14 ആണ് കേട്ടോ. GSLV F-14 ആണ് എന്തിനു ഉപയോഗിച്ചത്? നമ്മുടെ ഇൻസാറ്റ് 3DS വിക്ഷേപിക്കാൻ ഉപയോഗിച്ചത്. ഇൻസാറ്റ് 3DSന്റെ പ്രത്യേകത എന്താ? ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ്. 2024 മാർച്ച് 22 RLV ലെക്സിന്റെ 2ാം പരീക്ഷണം വിജയകരമായി. RLV എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിൾ ആണെന്നുള്ളത്. RLVയുടെ മറ്റൊരു പേരെന്താണ്? പുഷ്പക് എന്നാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. RLV അഥവാ റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിളിന്റെ മറ്റൊരു പേരെന്താ? പുഷ്പക് എന്നാണ്. അടുത്തതാണ് 2024 ജൂൺ 23. 2024 ജൂൺ 23 RLV ലെക്സിന്റെ 3ാം പരീക്ഷണം വിജയകരമായി. RLV ലെക്സിന്റെ 3ാം പരീക്ഷണം വിജയകരമായി. RLVയുടെ പൂർണ്ണരൂപം എന്താ? വീണ്ടും പറയുന്നു, റീയൂസിബിൾ ലോഞ്ചിങ് വെഹിക്കിൾ എന്നാണ്. RLVയുടെ മറ്റൊരു പേരെന്താണ്? പുഷ്പക് എന്നാണ് ഓർക്കുക. 2024 ജൂലൈ 22 വീണ്ടും ഇമ്പോർട്ടന്റ് ആണ്. 2024 ജൂലൈ 22 എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പറക്കൽ പരീക്ഷണം നടന്നു. എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന്റെ പറക്കൽ പരീക്ഷണം നടന്നു. വിക്ഷേപണ വാഹനം RH-560 സൗണ്ടിങ് റോക്കറ്റ്. വിക്ഷേപണ വാഹനം എന്ന് ചോദിച്ചാൽ RH-560 സൗണ്ടിങ് റോക്കറ്റ്. ISROയുടെ സൗണ്ടിങ് റോക്കറ്റുകളുടെ കുടുംബത്തിൽ ഏറ്റവും ഭാരമേറിയ സൗണ്ടിങ് റോക്കറ്റ് എന്നറിയപ്പെടുന്നത് RH-560 ആണ്. അതിനകത്താണ് നമ്മൾ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ റോക്കറ്റിനെ പറക്കൽ നടത്തി. ആ പരീക്ഷണം വിജയമായിരുന്നു. അതെന്നായിരുന്നു? 2024 ജൂലൈ 22 2024 ഓഗസ്റ്റ് 16. 2024 ഓഗസ്റ്റ് 16 SSLV D3യുടെ 3ാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചു. SSLV D3യുടെ 3ാം ഘട്ടം വിജയകരമായി പരീക്ഷിച്ചു. SSLV എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. SSLV D3ക്കകത്ത് EOS 8നെ കൃത്യമായിട്ട് ഭ്രമണപഥത്തിലെത്തിച്ചു. EOS അഥവാ എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് നോട്ട് 8നെ എന്ത് ചെയ്തു? കൃത്യമായിട്ട് ആരെത്തിച്ചു? SSLV D3 സ്പേസിലെത്തിച്ചു. അതുകൂടെ ഒന്ന് ഓർക്കുക. 2024 നവംബർ 19 2024 നവംബർ 19 GSAT N2. ഏതാണ്? GSAT N2 വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 ആണ്. ശ്രദ്ധിച്ചോളണം, തെറ്റരുത്. വിക്ഷേപണ വാഹനം ആരാ? ഫാൽക്കൺ 9 ആണ്. വിക്ഷേപണത്തറ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവർ ആണ് കേട്ടോ. വിക്ഷേപണത്തറ ഏതാണ്? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവറിൽ നിന്നാണ് GSAT N2 നമ്മൾ വിക്ഷേപിച്ചത്. GSAT N2ന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ ഒരു പുതിയ വിദൂര സംവേദന ഉപഗ്രഹമാണ് GSAT N2. ഓർക്കണേ, GSAT N2 എന്ന് പറയുന്ന ഇന്ത്യയുടെ വിദൂര സംവേദന ഉപഗ്രഹമാണ്. ഇത് വിക്ഷേപിച്ചത് ആരാ? ഫാൽക്കൺ 9 ആണ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കേപ്പ് കനാവറിൽ നിന്നാണ്. ഓർക്കുക. 2024 ഡിസംബർ 5 പ്രോബ 3 ദൗത്യം വിജയം കൈവരിച്ചു. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പ്രോബ 3. 2024 ഡിസംബർ 5 പ്രത്യേകത എന്താ? പ്രോബ 3 ദൗത്യം വിജയം കൈവരിച്ചു. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഒരു ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ അഥവാ IOD ദൗത്യമായിരുന്നു പ്രോബ 3 എന്ന് പറയുന്നത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഒരു ഇൻ ഓർബിറ്റ് ഡെമോൺസ്ട്രേഷൻ അഥവാ IOD ദൗത്യമായിരുന്നു
പ്രോബ 3 എന്ന് പറയുന്നത്. പ്രോബ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം PSLV C-59 ആണ്. പ്രോബ 3 വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം ഏതാ? PSLV C-59 ആണ്. 2024 ഡിസംബർ 30. ഇനി ഇത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആയിട്ട് മാറും, പഠിച്ചോളണം. 2024 ഡിസംബർ 30 പ്രത്യേകത എന്താ? സ്പാഡെക്സ് മിഷൻ. ഏതാണ് സ്പാഡെക്സ് മിഷൻ? 2 ചെറിയ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് ഇൻ സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കുന്നതിന് വേണ്ടി നടത്തിയ പരീക്ഷണമാണ് സ്പാഡെക്സ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒന്നുമില്ല, സ്പേസിൽ ചെന്നതിന് ശേഷം 2 കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബഹിരാകാശ പേടകങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പദ്ധതിയാണ് സ്പാഡെക്സ് മിഷൻ എന്ന് പറയുന്നത്. ഈ സ്പാഡെക്സ് മിഷന്റെ ആദ്യത്തെ പതിപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ആരംഭിച്ചതെന്ന 2024 ഡിസംബർ 30 വിക്ഷേപണ വാഹനം ചോദിച്ചാൽ PSLV C-16 ആണ് കേട്ടോ. PSLV C-16 അത് 60 സ്പാഡെക്സ് മിഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചത്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർക്കുക. സ്പാഡെക്സ് മിഷൻ ആരംഭിച്ചതെന്ന 2024 ഡിസംബർ 30 2025 ജനുവരിയിൽ US-ന്റെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2025 ജനുവരിയിലെ US-ന്റെ അതായത് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റതാരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. തുടർച്ചയല്ലാതെ 2 തവണ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെയാളാണ് ട്രംപ് എന്ന് പറയുന്നത്. അതായത് തുടർച്ചയല്ലാതെ 2ാമത്തെ തവണയും പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വ്യക്തി ആരാണ്? ട്രംപ് ആണ്. ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാല് ഗ്രോവൻ ക്ലീവ്ലാൻഡ് ആയിരുന്നു കേട്ടോ. ആരാണ്? ഗ്രോവൻ ക്ലീവ്ലാൻഡ് ആയിരുന്നു. 2016 ട്രംപ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2016 ട്രംപ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അധികാരമേറ്റ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന റെക്കോർഡ് ട്രംപ് സ്വന്തമാക്കിയതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അധികാരമേറ്റ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അധികാരമേറ്റ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൊണാൾഡ് ട്രംപ് ആണ്. അതുകൂടെ സുഹൃത്തുക്കളൊന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂരാണ്. ഈ ഹെൻലി പാസ്പോർട്ടിന്റെ നന്നായിട്ട് ഓർത്തോളണേ. ഡിഗ്രി ലെവൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പണ്ട് ചോദിച്ചിട്ടുണ്ട്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം സിംഗപ്പൂര്. 2ാം സ്ഥാനം ജപ്പാൻ. 2ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. 3ാം സ്ഥാനം നേടിയ രാജ്യങ്ങള് ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സൗത്ത് കൊറിയ, സ്പെയിൻ എന്നിവയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും രാജ്യങ്ങളുള്ളതുകൊണ്ട് ചോദിക്കും. 3ാം സ്ഥാനം നേടിയ രാജ്യങ്ങൾ ഏതൊക്കെയാ ഹെൻലി പാസ്പോർട്ട് സൂചികയില്? ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, സൗത്ത് കൊറിയ, സ്പെയിൻ എന്നിവയാണ്. ഇന്ത്യയുടെ സ്ഥാനം 85ാം സ്ഥാനം. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85ാം സ്ഥാനം. 2024 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 80ാം സ്ഥാനമായിരുന്നു കേട്ടോ. 2024 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 80ാം സ്ഥാനമായിരുന്നു. ഇപ്പോൾ 85ാം സ്ഥാനത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇത്രയും നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.